അരുത് മോനെ, അത് കുടിക്കരുത്. നിന്റെ ജീവിതം തന്നെ അപകടത്തിലാകും. എടാ ആദർശേ, ഈ മൂഢൻ പറയുന്നത് കേട്ട് നീ നിന്റെ ആഗ്രഹങ്ങൾക്ക് ഭംഗം വരുത്തരുത്. അതെ, ഇയാൾ നിന്നെ പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്. നീ ഇത് കഴിച്ച് ഉന്മാദലഹരിയിൽ ആറാടുമ്പോൾ നിർത്തടോ, നല്ലൊരു പയ്യനെ വഴിതെറ്റിക്കാൻ. നല്ല പയ്യൻ ഇവനോ? ഇന്നത്തെ കേരളത്തിലെ ഗ്രാമങ്ങളിൽ വരെ ലഹരിക്ക് അടിമപ്പെട്ട യുവതലമുറയെ കാണാം. ഇവനും അങ്ങനെ തന്നെ. നിങ്ങളാണ് ഇവനെ ഇങ്ങനെ ആക്കിയത്. പിശാചിന്റെ ഹോൾസെയിൽ ഡീലർമാരല്ലേ നിങ്ങൾ? പിശാചോ, ഇതാണ് ഭൂമിയിലെ സ്വർഗം. ഇതാണ് ഭൂമിയിലെ സ്വർഗം. ഇതങ്ങ് സിരകളിലേക്ക് ഒഴുകുമ്പോൾ നാം മറ്റൊരു ലോകത്തിലേക്കെത്തും. അവിടെയാണ് സ്വർഗം. പിശാചുകൾ ദേ ഈ ഭൂമിയിലാണ്. മോനെ, നീ അത് ഉപയോഗിക്കരുത്. നീ ഇത് ഉപയോഗിക്കണം, നീരിപ്പുകയൊന്ന് നിന്റെ മനസ്സൊന്ന് ശാന്തമാക്കാൻ. മകരമഞ്ഞ് പെയ്യുന്ന ഈ തണുത്തരാവിൽ ഈ ശരീരമൊന്ന് ചൂടാക്കാൻ നീ ഇത് കഴിക്കണം. അരുത് മോനെ, അത് ഉപയോഗിക്കരുത്. നീ ആരാണെന്ന് നിനക്കറിയാമോ? നീ ആരാണെന്ന് നീ അറിയണം. പരലോക ജീവിതം സ്വപ്നം കാണുന്ന ഈ വിഡ്ഢി പറയുന്ന നീ അനുസരിക്കരുത്. ഇത് തന്നെയാണ് സ്വർഗം. ജീവിതം ഒന്നേ ഉള്ളൂ. ഇത് ഈ ഭൂമിയിൽ വീണ് കിട്ടിയ അവസരമാണ്. ഇവിടുത്തെ സ്വർഗീയ സുഖം അനുഭവിക്കണമെങ്കിൽ നീ ഇത് ഉപയോഗിച്ചേ തീരൂ. മോനെ, സ്നേഹിച്ചില്ല അടിച്ചുമളർത്തിയ നിന്റെ അച്ഛൻ ഇന്ന് രോഗാവസ്ഥയിലാണ്. നിനക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ എത്തുവോളം മൂഢന്മാരുടെ ഇത്തരം ഉപദേശങ്ങളല്ല നിനക്ക് വേണ്ടത്. ആ പഴകി ദ്രവിച്ച യന്ത്രം എത്ര എണ്ണയിട്ടാലും വീണ്ടും തുരുമ്പെടുക്കും. നിനക്ക് നിന്റെ മനസാന്നിധ്യം വീണ്ടെടുക്കണമെങ്കിൽ ഇതേ ഒരു മാർഗ്ഗം. ആരോ വരുന്നുണ്ട്. നമുക്ക് പോകാം. ഡോക്ടർ എങ്ങനെ പുറത്തു വന്നേ? എന്താ ആദർശേ? നിനക്കെന്നാ പറ്റിയ ആദർശേ? എന്ത് പറ്റിയ ആദർശ്? ഒരു മൂഡ് ഓഫ് പോലെ. ഒന്നുമില്ല ഡോക്ടർ. ആദർശേ, ഇന്ന് മുതൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കഴിക്കേണ്ട രീതിയൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ മെഡിസിൻ കഴിക്കുമ്പോഴല്ലോ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ആദർശേ. ആ ഡോക്ടർ. നീ കേൾക്കുന്നുണ്ടോ? ഈ മെഡിസിൻ കഴിക്കുമ്പോൾ മാനസിക വിഭ്രാന്തി വരെ ഉണ്ടാകാം. ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. എന്നാൽ ഞാൻ ഇറങ്ങാം. നാളെ നീ വീട്ടിലേക്ക് വാ. ശരി, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. ആ ഡോക്ടർ. ഓക്കെ. ആദർശ്, ആദർശ്, ഉണരൂ ആദർശ്. ഇത്രയും നാളും കൂടെ നടന്ന് ഞങ്ങൾ പറഞ്ഞത് നിരാകരിച്ചിട്ട് ആ മൂഢൻ പറഞ്ഞത് നീ അനുസരിച്ചു അല്ലേ?
നീ എന്താ രാവിലെ തന്നെ? നിങ്ങളാണ് ശരി. ഞാനത് മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി. നീ എന്താ രാവിലെ തന്നെ വീശിട്ടാണ് വന്നേക്കണേ? ഡോക്ടർ പറഞ്ഞതൊന്നും ഞാൻ അനുസരിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ വെളിച്ചമാണ്, ഈ ലോകത്തിൻ്റെ വെളിച്ചം. നിങ്ങളുടെ നന്മ ഞങ്ങളെപ്പോലുള്ളവർ അറിയുന്നില്ല. നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. പട്ടണത്തിൽ വന്ന് പഠിക്കുന്ന കുട്ടികൾ മദ്യവും മയക്കുമരുന്നും അച്ഛനമ്മമാരെക്കാളും വലുതാണെന്ന് കരുതുന്നവർക്കിടയിലേക്ക് നിങ്ങൾ ചെല്ലണം. കൺകണ്ട ദൈവമാണ് അച്ഛനും അമ്മയും. മദ്യവും മയക്കുമരുന്നും ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. അത് മനസ്സിലാക്കാൻ സാർ നിങ്ങളാണ് ശരി. നിനക്ക് എന്നാ പറ്റിയേ? രാവിലെ തന്നെ ഭാഗത്തേക്ക് ഇല്ല സാർ, ഞാൻ പോകുന്നു. ചേട്ടാ, പാൽ. ചേട്ടാ, കേട്ടോ? അത് ചേട്ടാ, അത് ചേട്ടാ, അത് ചേട്ടാ, അത് ചേട്ടാ, ഡോയ്. യോ, ആ ചേട്ടാ. Wanna be the one that makes you smile. I wanna be the one that makes you laugh. ഹലോ. ഹലോ ജോൺ സാറേ. സാർ ഇപ്പോൾ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. നമ്മുടെ ആദർശ് ഉണ്ടല്ലോ. ആദർശ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. എന്ത്? എന്നെ കുറേ ഉപദേശിച്ചു. ഇപ്പം പോയേ ഉള്ളൂ ഇവിടുന്ന്. അപ്പോഴാ സാറിൻ്റെ വിളി. ആദർശ് അവിടെ വന്നെന്നോ? അതെ സാർ. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ആദർശ് മരിച്ചിട്ട് മണിക്കൂറുകളായി. ഞാനിവിടെ ഉണ്ട്. സാറെന്തേ പറയുന്നത്? സാറൊന്ന് ഇവിടം വരെ ഒന്ന് വരുമോ? ഓക്കെ, താങ്ക് യു. നിങ്ങളാണ് സാർ, ഞാനത് മനസ്സിലാക്കാൻ നിങ്ങൾ വിളിച്ചു. ജീവിതത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് ജീവിതം ഒരു ലഹരിയാണ്. അല്ലാത്തവരോ ജീവിതം ആസ്വദിക്കുന്നതിന് വേണ്ടി ലഹരിയെ ആശ്രയിക്കും. ലഹരിക്ക് അടിമപ്പെട്ട് ഡി അഡിക്ഷൻ സെന്ററുകളിൽ എത്തിച്ചേരുന്ന പ്രിയ സുഹൃത്തുക്കളെ, ലഹരി വിമുക്തി നേടി അവിടെ നിന്നും തിരിച്ചെത്തുന്ന നിങ്ങൾ വീണ്ടും അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്കും ഈ ആദർശിന്റെ ഗതി വന്നേക്കാം. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ലഹരിയും ലഹരി ഉൽപ്പന്നങ്ങളും എന്നേക്കുമായി ഉപേക്ഷിക്കുക.